താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തം. പരീക്ഷാ കേന്ദ്രമൊരുക്കിയ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി എത്തി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത്. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിലെ 5 പ്രതികളും പരീക്ഷ എഴുതി പൂർത്തിയായിരിക്കുകയാണ്. വെള്ളിമാട് ജുവനൈൽ ഹോമിലാണ് പരീക്ഷ എഴുതിച്ചത്. എന്തായാലും കർശന സുരക്ഷാ സംവിധാനം ഒരുക്കിയാണ് ഈ 5 പ്രതികളും പരീക്ഷ എഴുതിയത്. രാവിലെ 6:30 തൊട്ട് വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധം ജുവനൈൽ ഹോമിന് മുന്നിലുണ്ടായിരുന്നു. ജുവനൈൽ ഹോമിന്റെ മതിലുകൾ കടന്ന് വരെ പ്രതിഷേധം കടന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഈ ജുവനൈൽ ഹോമിന് മുന്നിൽ ഒരുക്കിയിരുന്നത്. വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരെയൊക്കെ തന്നെയും വിന്യസിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തോടെ സുരക്ഷാ സംവിധാനത്തോടെയായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുമെന്ന് കണക്കിലെടുത്തു തന്നെയാണ് താമരശ്ശേരിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം ഒരുക്കിയിരുന്നത്. എന്നാൽ വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിൽ നിന്നും ഇവരെ താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുമെന്ന് കണക്കിലെടുത്തു തന്നെയാണ് വെള്ളിമാട് കുന്നിനോട് ചേർന്നുള്ള കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുവാൻ തീരുമാനിച്ചത്. എന്നാൽ പിന്നീടാണ് വെള്ളിമാട് കുന്നിൽ ജുവനൈൽ ഹോമിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതാമെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നത്. വലിയ പ്രതിഷേധമായിരുന്നു. 6:30 തുടങ്ങിയ പ്രതിഷേധം അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്നു. എന്തായാലും പരീക്ഷ എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ 5 വിദ്യാർത്ഥികളെയും ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഷഹബാസിന്റെ ബാപ്പ പ്രതികരിച്ചിരുന്നു. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾക്ക് ഈ കൊലപാതകവുമായി പങ്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ തന്നെയും ശരിവെക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുടെ സുഹൃത്തിന്റെ മകനും ഈ പ്രതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ ഉണ്ടായത്. പ്രതിഷേധമൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പരീക്ഷ എഴുതി വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.